ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ്. വൈവിധ്യവൽക്കരണവും ആധുനിക കൃഷിരീതിയും അവലംബിക്കുന്നതോടൊപ്പം യുവ കർഷകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ പല പദ്ധതികളും നടപ്പിലാക്കി വരികയാണ്. പ്രധാന വാർത്തകളിലേക്ക്. ഹയർ സെക്കൻഡറി വിഷയത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബ് രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. +2 കോഴ വിവാദത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണെന്നും മുരളീധരൻ. ഗാന്ധിജിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത എഴുത്തുകാർ ഗാന്ധി നിന്ദ നടത്തുന്നത് പക്വതയില്ലായ്മ കൊണ്ടാണെന്ന് MK രാഘവൻ MP. ജൈവ കൃഷിയിലേക്ക് വീണ്ടും കർഷകർ തിരിച്ചുവരേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി KC ജോസഫ്. വാർത്തകൾ വിശദമായി. ഹയർ സെക്കൻഡറി വിഷയത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബ് രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. +2 കോഴ വിവാദത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണെന്നും വി മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇത് ഇത്രയും കാലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ താൽപര്യമുള്ളവരും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഉന്നയിച്ച സംശയങ്ങൾ, ആ സംശയങ്ങൾ ശരിയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അതായത് ഈ +2 കോഴ്സുകൾ അനുവദിച്ചതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുണ്ടായിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അദ്ദേഹത്തെ അടിയന്തരമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഈ കോഴ്സുകൾ അനുവദിച്ച ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് സുതാര്യമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കോഴ്സുകൾ അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഗാന്ധിജിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത എഴുത്തുകാർ ഗാന്ധി നിന്ദ നടത്തുന്നത് പക്വതയില്ലായ്മ കൊണ്ടാണെന്ന് MK രാഘവൻ MP. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം കേരള സർവോദയ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സദസ്സും ഗാന്ധി ഉപയോക്താക്കളുടെ കൂട്ടായ്മയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം കേരള സർവോദയ മണ്ഡലം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സദസ്സും ഗാന്ധി ഉപയോക്താക്കളുടെ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. മലാപ്പറമ്പ് ഗാന്ധി ആശ്രമത്തിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ ചെരുപ്പിന്റെ വാർ അഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത എഴുത്തുകാർ ഗാന്ധി നിന്ദ നടത്തുന്നത് പക്വതയില്ലായ്മ കൊണ്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ തലമുറ ഗാന്ധിജിയുടെ വീക്ഷണങ്ങളെ മറക്കുകയാണെന്നും MP കൂട്ടിച്ചേർത്തു. ഒരു എഴുത്തുകാരി ഗാന്ധിയെക്കുറിച്ച് വളരെ നിന്ദ്യമായി സംസാരിച്ചു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഗാന്ധിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഗാന്ധിയുടെ മഹത്വം കുറയും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ ഒളിപ്പിക്കാൻ ഗാന്ധിജിക്ക് മാത്രമേ സാധിച്ചു വിശ്വസിക്കുന്ന ആളാണ്. ജില്ലാ സർവോദയ മണ്ഡലം പ്രസിഡന്റ് യു രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള സർവോദയ മണ്ഡലം മുൻ സംസ്ഥാന പ്രസിഡന്റ് KPA റഹീം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കവി PK ഗോപി, മണ്ഡലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് T ബാലകൃഷ്ണൻ, TKA അസീസ്, സ്വാതന്ത്ര്യ സമര സേനാനി P വാസു, കൌൺസിലർ K സത്യനാഥൻ, T സുരേഷ് ബാബു, KF ജോർജ് എന്നിവർ സംബന്ധിച്ചു. ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കർഷകരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണമെന്നും ജൈവകൃഷിയിലേക്ക് വീണ്ടും കർഷകർ തിരിച്ചുവരണമെന്നും മന്ത്രി KC ജോസഫ്.
സംസ്ഥാനതല കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജൈവ കൃഷിയിലേക്ക് കർഷകർ തിരിച്ചുവരണമെന്ന് മന്ത്രി കെ.സി. ജോസഫ്. വിഷമയമായ ഭക്ഷ്യവസ്തുക്കളും അതുമൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കർഷകരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണമെന്നും കാർഷിക രംഗത്തെ അവഗണിച്ചുകൊണ്ട് കേരളത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനതല കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെമിക്കൽസും മാരകമായ വിഷങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി മൂലമുണ്ടാകുന്ന വിനാശകരമായ ഭവിഷ്യത്തുകൾ നമ്മുടെ ആരോഗ്യരംഗം നേരിടുന്ന പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ജൈവ കൃഷിക്ക് ആവശ്യമായ പ്രചാരണം കൊടുക്കാനും അതിനാവശ്യമായ പ്രോത്സാഹനം കൊടുക്കാനും സാധിക്കണം. ആ രീതിയിൽ നമ്മുടെ കാർഷിക നയത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ആവശ്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ കേരളത്തിന്റെ കാർഷിക മേഖലയെ ബാധിക്കുന്ന സമഗ്രമായ ഒരു കാർഷിക നയം കൃഷി വകുപ്പ് മന്ത്രി ശ്രീ കെ.പി. മോഹൻ അവതരിപ്പിക്കുകയുണ്ടായി. സമഗ്ര മേഖലയെ ബാധിക്കുന്ന കാർഷിക പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ആ കാർഷിക നയം നടപ്പിലാക്കാൻ ഗവൺമെന്റ് കർഷകർ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും കാർഷിക രംഗത്തെ അവഗണിച്ച് കേരളത്തിന് മുമ്പോട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സെമിനാറുകളുടെ ചർച്ചകൾ ഗവൺമെന്റ് ഗൗരവമായി കാണുന്നു. പരിപാടിയിൽ സി.കെ. നാണു എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എൻ.എൻ. ശശി, കേരാഫെഡ് എം.ഡി. അശോക് കുമാർ തെക്കൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ കേര സമൃദ്ധിക്ക് സാങ്കേതിക വിദ്യകളുടെ ഫലപ്രദമായ വിനിയോഗം എന്ന വിഷയത്തിൽ CPCRIയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സി. തമ്പാൻ ക്ലാസ് എടുത്തു. CWRDMയിലെ സയന്റിസ്റ്റുമാരായ ഡോക്ടർ കെ. മാധവചന്ദ്രൻ, CM. സുശാന്ത്, കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ സി. നാരായണൻകുട്ടി എന്നിവർ മറ്റു വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. കേരളത്തിലെ വ്യാപാരികളും വ്യവസായികളും ഓഗസ്റ്റ് 20 ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പണിമുടക്കും. വാറ്റ് നിയമത്തിലെ അപാകത, വാടക കുടിയാൻ നിയമം, പുതിയ അവശ്യ സാധന നിയന്ത്രണ നിയമം, തുണിമേഖലയിലെ ടേൺ ഓവർ ടാക്സ്, വിൽപ്പന നികുതിയുടെ പേരിലുള്ള നിയമവിരുദ്ധമായ കടപരിശോധന, D&O ലൈസൻസ്, പുകയില ഉൽപ്പന്ന വിൽപ്പന എന്നിവയുടെ പേരിൽ വ്യാപാരികളും വ്യവസായികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്കെതിരെയാണ് കടയടപ്പ് സൂചനാ സമരം നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് ടി. നസറുദ്ദീൻ പറഞ്ഞു. ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ട് ന്യായവില കർഷകന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് പാൽവില വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി കെ.സി. ജോസഫ് പാലാഴിയിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്ഷീരവികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി ക്ഷീരവികസന സെമിനാർ നടന്നു. മിൽമ ചെയർമാൻ P.T. ഗോപാലക്കുറുപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മന്ത്രി കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉൽപാദന ചിലവുമായി ബന്ധപ്പെട്ട് ന്യായവില കർഷകന് ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് പാൽവില വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വിലസ്ഥിരതയുള്ള മേഖലയാണ് ക്ഷീരോത്പാദന മേഖലയെന്നും സംസ്ഥാനത്തിന് ആവശ്യമായ കാലിത്തീറ്റ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ആനന്ദ് മാതൃകാ സംഘത്തിനുള്ള സമ്മാനദാനം, മികച്ച ക്ഷീര കർഷകനുള്ള കേരള ക്ഷീര കർഷക ക്ഷേമനിധി അവാർഡ് ദാനം, ഏറ്റവും കൂടുതൽ പാൽ സംഭരണ വർധനവ് വരുത്തിയ സംഘത്തിനുള്ള സമ്മാനദാനം എന്നിവ നടന്നു. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ചെയർമാൻ ജോൺ ജേക്കബ് വള്ളക്കാലിൽ, MRC MPU ചെയർമാൻ കെ. സുരേന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് സമ്മാനങ്ങൾ നൽകിയത്. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ കെ.ടി. സരോജിനി, രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസക്കോയ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. തങ്കമണി, NK അബ്ദുറഹ്മാൻ, കുഞ്ഞായിൻ, കെ. ശ്രീധരൻ, ശങ്കരൻ മാസ്റ്റർ, നിർമ്മലൻ, വർക്കി തോമസ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ ക്ഷീരവികസന മേഖലയിൽ പദ്ധതി പ്രവർത്തനങ്ങളുമായി ക്ഷീരവികസന വകുപ്പ് എന്ന വിഷയത്തിൽ ക്ഷീരവികസന ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു കെ. അലക്സ് ക്ലാസ് എടുത്തു. മാധ്യമപ്രവർത്തകൻ അനൂപ് നീലേശ്വരത്തിന്റെ ഓണത്താറാടുന്ന ഗ്രാമം എന്ന ഡോക്യുമെന്ററിയുടെ CD പ്രകാശനം ചെയ്തു. മന്ത്രി കെ.സി. ജോസഫ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി CD ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകൻ അനൂപ് നീലേശ്വരം രചിച്ച ഓണത്താറാടുന്ന ഗ്രാമം എന്ന ഡോക്യുമെന്ററിയുടെ CD പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മന്ത്രി കെ.സി. ജോസഫാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി CD ഏറ്റുവാങ്ങി. ഓണത്താർ അന്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ
ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതിവെപ്പാണ് ഈ ഡോക്യുമെന്ററി. ഓരോ വർഷം കഴിയുന്തോറും ഉത്തര മലബാറിലെ ഓണത്താർ ആഘോഷങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ ഓരോ മേഖലയിലുമുള്ള ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഏതാണ്ട് അന്യനിർത്ത അനുഭവങ്ങളാണ് നാം എല്ലായിടത്തും കാണുന്നത്. ചടങ്ങിൽ PRD ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ടി വേലായുധൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, രജിത് ബാബു കണ്ണൂർ, എം പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഓരോ യഥാർത്ഥ പട്ടിനു പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സെപ്റ്റ് മിലൻ FB അണ്ടർ 12 ടൂർണമെന്റിൽ വിജയികളായ ബേപ്പൂർ റോയൽ സെപ്റ്റ് സെന്ററിലെ കളിക്കാർക്ക് സ്വീകരണം നൽകി. ബേപ്പൂർ റോയൽ സ്പോർട്സ് ക്ലബിന്റെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ ടീം അംഗങ്ങൾക്ക് സ്വീകരണം നൽകിയത്. പാഴാരിമംഗലത്ത് നടന്ന സെപ്റ്റ് മിലൻ FB അണ്ടർ 12 ടൂർണമെന്റിൽ വിജയികളായ ബേപ്പൂർ റോയൽ സെപ്റ്റ് സെന്ററിലെ കളിക്കാർക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ബേപ്പൂർ റോയൽ സ്പോർട്സ് ക്ലബിന്റെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. പുഷ്പഹാരം അണിയിച്ചും മധുരം നൽകിയുമാണ് കുട്ടികളെ സ്വീകരിച്ചത്. ടീമിലെ ആദിത്യനാണ് ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പർ. സുനിൽകുമാർ, നരേന്ദ്രൻ എന്നിവരാണ് ടീമിന്റെ പരിശീലകർ. റോയൽ സ്പോർട്സ് ക്ലബ് ഭാരവാഹികളായ ബാലഗോപാലൻ, സലീം, രാധാകൃഷ്ണൻ, സഹദേവൻ, അയ്യപ്പൻ, സുരേഷ് കുമാർ, ആനന്ദൻ എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. പാദരക്ഷാ നിർമ്മാണ രംഗത്ത് 57 വർഷത്തെ പാരമ്പര്യമുള്ള പ്രീമിയർ ഗ്രൂപ്പ് ഈ രംഗത്ത് ഒരു പുത്തൻ ചുവടുവയ്പ് നടത്തുകയാണ്. പ്രീമിയർ ഫുട്വെയറിന്റെ അത്യാധുനിക ലബോറട്ടറിയിൽ നിന്നും നീണ്ട പരീക്ഷണങ്ങളുടെ ഫലമായി പുറത്തിറങ്ങുന്ന പ്രീമിയർ ജെന്യൂൻ ലെതർ ചെരുപ്പുകൾ ഈ രംഗത്തൊരു വിപ്ലവമാകുമെന്ന് സാരഥികൾ പറഞ്ഞു. പ്രീമിയർ ജെന്യൂൻ ലെതർ ഫുട്വെയർ ലോഞ്ചിംഗ് കോഴിക്കോട് മലബാർ പാലസിൽ നടന്നു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ പ്രീമിയർ ജെന്യൂൻ ലെതർ ഫുട്വെയർ ലോഞ്ചിംഗ് HDFC റിലേഷൻഷിപ്പ് മാനേജർ വിമൽ സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. KFC ചീഫ് മാനേജർ ശ്രീലത ശ്രീകുമാർ ആദ്യ വിൽപ്പന നടത്തി. ഷൈജിൻ മുഹമ്മദ് ഏറ്റുവാങ്ങി.
നമ്മുടെ ചർമ്മത്തിന് സംരക്ഷണം നൽകുന്നത് എപ്പിഡെർമിസ് ആണ്. പ്ലാസ്റ്റിക്, റെക്സിൻ തുടങ്ങിയവയിൽ നിർമ്മിതമായ ചെരുപ്പുകൾ ഈ എപ്പിഡെർമിസിൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നു. കാലിൽ കറുത്തപാട്, ചൊറിച്ചിൽ, വ്രണങ്ങൾ തുടങ്ങി ഡെർമറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരെ ഈയൊരു റിയാക്ഷന്റെ പരിണിത ഫലമാണ്. ഇത്തരം ചെരുപ്പുകൾ കാലിലെ ചർമ്മത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നതോടൊപ്പം കടുത്ത മാനസിക അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നു. എന്നാൽ യഥാർത്ഥ ലെതർ ഉപയോഗിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈടുറ്റ ഭംഗിയാർന്ന പ്രീമിയർ ജെന്യൂൻ ലെതർ ഫുട്വെയർ ഇപ്പോൾ വിപണിയിലെത്തിക്കഴിഞ്ഞു. പ്രമേഹ രോഗികൾക്കും വാതരോഗികൾക്കും വരെ ഇനി മറ്റൊരു പാദരക്ഷ അന്വേഷിക്കേണ്ടതില്ല എന്ന് പ്രീമിയർ സാരഥികൾ പറഞ്ഞു. വേൾഡ് ഫസ്റ്റ് എന്ന് പറയാം. ഇതുവരെ ആരും ഇറക്കിയിട്ടില്ല. എല്ലാം സ്റ്റക്കോൺ ആണ്. അതായത് PU സോളും ലെതർ അപ്പറും സ്റ്റിക്ക് ചെയ്തിട്ടാണ് ചെരുപ്പുണ്ടാക്കുന്നത്. അതാണ് നമ്മൾ മഴയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ അത് ലെതർ ചെരുപ്പ് മഴയത്ത് ഉപയോഗിച്ചാൽ പൊളിയും എന്ന് പറയുന്നത്. ആ ഒട്ടിക്കുന്ന ഭാഗമാണ് പൊളിയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലൂടെയാണ് ലെതർ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. പ്രീമിയർ ഫുട്വെയർ ഡയറക്ടർ P. മാധവദാസ്, അഡ്മിനിസ്ട്രേഷൻ മാനേജർ ജെയിംസ് ഇമ്മാനുവൽ, മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത് കുമാർ, മാർക്കറ്റിംഗ് മാനേജർ വെങ്കിടേശ്വരൻ, ബ്രാൻഡ് അംബാസഡർ രമേശ് കമത്ത്, അശോകൻ ആലപ്പുറത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വൈദ്യുതി നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ നാടെങ്ങും പ്രതിഷേധം. ജില്ലയിൽ KSEB ഓഫീസുകളുടെ മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരത്തിൽ 100 കണക്കിന് ആളുകൾ അണിനിരന്നു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ KSEB സെക്ഷൻ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചെറുവണ്ണൂരിൽ ഏരിയ സെക്രട്ടറി V. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. T. മൊയ്തീൻ കോയ അധ്യക്ഷം വഹിച്ചു. PC. രാജൻ സംസാരിച്ചു. രാമനാട്ടുകരയിൽ ജില്ലാ കമ്മിറ്റി അംഗം K. മാനുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. K. സുധീഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. വാഴയിൽ ബാലകൃഷ്ണൻ, ബാലൻ മെലായി, MK. ഗീത എന്നിവർ സംസാരിച്ചു. കടലുണ്ടിയിൽ M. ചായച്ചുട്ടി ഉദ്ഘാടനം ചെയ്തു. T. രാധാഗോപി, T. കുട്ടൻ എന്നിവർ സംസാരിച്ചു. ബേപ്പൂരിൽ കൌൺസിലർ T. ഹസൻ ഉദ്ഘാടനം ചെയ്തു. N. സദു അധ്യക്ഷനായിരുന്നു. K. രാജീവ്, KV. ശിവദാസൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. കരുത്തിലും പിന്നിലല്ലെന്ന് തെളിയിച്ച് കുടുംബശ്രീ CDS പ്രവർത്തകർ. 16ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കായികമേളയിൽ വടംവലിയിൽ ബലാബലം നിന്നത് 10 ടീമുകളാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ മരുതോകര CDS പ്രവർത്തകർ 1ാം സമ്മാനം കരസ്ഥമാക്കി. കുടുംബശ്രീ 16ാം ജില്ലാ വാർഷികത്തോടനുബന്ധിച്ചാണ് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പ്രവർത്തകരുടെ വടംവലി മത്സരം ആവേശമായി. ജില്ലയിലെ വിവിധ CDSകളിൽ നിന്നെത്തിയ പ്രവർത്തകർ മത്സരത്തിൽ പങ്കെടുത്തു. വടംവലി, കലമുടയ്ക്കൽ, മ്യൂസിക്കൽ ചെയർ എന്നീ മത്സരങ്ങളാണ് നടന്നത്. വടംവലി മത്സരത്തിൽ 10 ടീമുകളാണ് പങ്കെടുത്തത്. മരുതോങ്കര CDS 1ാം സ്ഥാനവും ചക്കിട്ടപ്പാറ CDS 2ാം സ്ഥാനവും അഴിയൂർ CDS 3ാം സ്ഥാനവും നേടി. കലമുടയ്ക്കൽ മത്സരത്തിൽ 27 വനിതകൾ പങ്കെടുത്തു. പുതുപ്പാടി CDSലെ ചിന്നമ്മ ബേബി വിജയിയായി. 24 പേർ പങ്കെടുത്ത മ്യൂസിക്കൽ ചെയർ മത്സരത്തിൽ ചക്കിട്ടപ്പാറ CDSലെ മേരി മാത്യു 1ാം സ്ഥാനവും കിഴക്കോത്ത് CDS ചെയർപേഴ്സൺ K. റഹ്മത്ത് 2ാം സ്ഥാനവും കോഴിക്കോട് സെൻട്രൽ നഗരസഭാ CDSലെ T. പ്രീതി 3ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള സമ്മാനദാനം കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ K. മുഹമ്മദ് ഫൈസൽ നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം TM അബ്ദുറഹിമാൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ PK അസീസ് എന്നിവർ സംസാരിച്ചു. KM അബ്ദുൾ നിസാർ, BS റിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ വാർഷികത്തിന്റെ സമാപന സമ്മേളനം ടാഗോർ ഹാളിൽ ചൊവ്വാഴ്ച മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ നടക്കുന്ന കാർഷിക പ്രദർശനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ഭക്ഷ്യമേളയും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ഇതിന്റെ ഭാഗമായുള്ള സമാധാന സമ്മേളനം യുവജന വിഭാഗം അഖിലേന്ത്യാ അധ്യക്ഷൻ റഫീഖ് അഹമ്മദ് ബേഷ് കാശ്മീരി ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് യുവജന വിഭാഗം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പീസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. യുവജന വിഭാഗം അഖിലേന്ത്യാ അധ്യക്ഷൻ റഫീഖ് അഹമ്മദ് ബേഗ് കാശ്മീരി ഉദ്ഘാടനം ചെയ്തു. KM അഹമ്മദ് കോയ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ അഹമ്മദിയ ഖലീഫ മിർസ മൻഹൂർ അഹമ്മദ് നടത്തിയ പ്രഭാഷണങ്ങളുടെയും
ലോകമത നേതാക്കൾക്ക് അയച്ച കത്തുകളുടെയും സമാഹാരമായ വേൾഡ് ക്രൈസിസ് ആൻഡ് പാത്ത് വേ ടു പീസ് പുസ്തകം MP MK രാഘവൻ പ്രകാശനം ചെയ്തു. മുഹമ്മദ് ഇസ്മായിൽ മൗലവി, MK രാഘവൻ MP, ജില്ലാ അമീർ അഹമ്മദ് ഗോയ, ബാംഗ്ലൂർ അമീർ മുസീദ് അഹമ്മദ്, EH ഹബീബ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൃഷിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നവംബറിൽ ഗ്ലോബൽ ആഗ്രോ മീറ്റ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. കാർഷിക കേരളത്തിന്റെ പ്രതീക്ഷകൾ വാനോളമുയർത്തി സംസ്ഥാന കർഷക ദിനാചരണത്തിന് വർണ്ണാഭമായ തുടക്കം. 4 ദിവസം നീളുന്ന മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. 2016ഓടെ കേരളത്തെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റുമെന്നും കൃഷിയുടെ ദേശീയ അന്തർദേശീയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നവംബർ 6, 7 തീയതികളിൽ ആഗോള കാർഷിക സംഗമം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിക്കും കർഷകനും പ്രഥമ പരിഗണന നൽകുന്നതാണ് സർക്കാരിന്റെ നയം. നെൽ നാളികേര കർഷകരുടെ ആവശ്യങ്ങൾ പരമാവധി നിറവേറ്റാൻ ഇതിനകം സാധിച്ചു. നെല്ലിന് തറവില 20 രൂപയാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു. മെറൈൻ റോഡിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി KP മോഹനൻ അധ്യക്ഷം വഹിച്ചു. കുടുംബശ്രീയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ചലച്ചിത്ര താരം മഞ്ജു വാര്യർക്ക് മുഖ്യമന്ത്രി ഉപഹാരം നൽകി. കേരള കർഷകൻ മാസികയുടെ വിശേഷ പതിപ്പ് കൃഷിവകുപ്പ് മുൻ ഡയറക്ടർ R ഹേലിക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. വിവിധ കർഷക അവാർഡുകളും വിതരണം ചെയ്തു. മന്ത്രിമാരായ PK ജയലക്ഷ്മി, MPമാരായ MK രാഘവൻ, MA ഷാനവാസ്, MLAമാരായ CK നാണു, K കുഞ്ഞാമത്, KK ലതിക, C മോഹൻകുട്ടി, പുരുഷൻ കടലുണ്ടി, PT റഹീം, BM ഉമ്മർ മാസ്റ്റർ, AK ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, കോർപ്പറേഷൻ കൌൺസിലർ P കിഷൻചന്ദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ മന്ത്രി ഡോക്ടർ MK മുനീർ സ്വാഗതവും കൃഷിവകുപ്പ് ഡയറക്ടർ R അജിത് കുമാർ നന്ദിയും പറഞ്ഞു. കർഷക ദിനാചരണ പരിപാടികൾ ഓഗസ്റ്റ് 19-നാണ് സമാപിക്കുന്നത്. മൺമറഞ്ഞു പോകുന്ന കാർഷിക സമൃദ്ധിയെ ഓർമ്മിച്ചുകൊണ്ട് നാടെങ്ങും കർഷക ദിനം വിപുലമായി ആചരിച്ചു. കർഷകരെ ആദരിച്ചും സെമിനാറുകൾ, പഠന ക്ലാസുകൾ എന്നിവ നടത്തിക്കൊണ്ടുമാണ് ജില്ലയിൽ കർഷക ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. ബേപ്പൂർ കൃഷിഭവനും കോർപ്പറേഷനും ചേർന്ന് നടത്തിയ കർഷക ദിനാചരണം ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഇത്തരമൊരു സ്ഥിതിവിശേഷം സഞ്ചാരമാകുന്നത് എല്ലാം കമ്പോളത്തിന് വിധേയമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില പോലും ഈ കമ്പോള ശക്തികൾ നിർണയിക്കുന്ന ഒരു കാലത്ത് അത്തരം ശക്തികളുടെ ഇടപെടലിൽ നിന്നുള്ള ആശ്വാസമാണ് ഒരു പക്ഷേ ഒരു സർക്കാരിന്റെ സ്കീമുകളും പദ്ധതികളും. കൌൺസിലർ T ഹസൻ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ P ജലജ, P ദേവരാജൻ, കൃഷി ഓഫീസർ P പ്രീതി, P സുഭാഷ്, K ബാലരാമൻ, P രാമകൃഷ്ണൻ, KS ഭീഷ്മർ, AM അനിൽകുമാർ, P ശിവദാസൻ, പേരോത്ത് പ്രകാശൻ, K രാജീവൻ, P രാമകൃഷ്ണൻ, N സതീഷ് കുമാർ, P അബൂബക്കർ, KM സർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട ചെറുവത്തുംകോട്ടിൽ ബാലകൃഷ്ണൻ, പിണ്ണാണത്ത് അഫല, പുതിയകത്ത് മൊയ്തീൻ കോയ, സന്ധ്യ മൂൺലൈറ്റ്, ചെമ്പയിൽ പവിത്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുതുതലമുറയ്ക്ക് പഴയ കാർഷിക രീതികളും നാട്ടറിവുകളും പകർന്നു നൽകി കുണ്ടായത്തോട് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വേറിട്ടൊരു പ്രദർശനം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ കാർഷിക അവബോധം വളർത്താൻ സ്കൂൾ മലയാളം ക്ലബ്ബാണ് ഉർവരം പ്രദർശനം സംഘടിപ്പിച്ചത്. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബ്രദർ ജോസഫ് ചാരുപ്ലാക്കിൽ അധ്യക്ഷം വഹിച്ചു. പവനാത്മ കച്ചൂപ്പിൻ സന്യാസി സഭ വൈസ് പ്രൊവിഷ്യൽ ഫാദർ ജോർജ് വലിയ പടത്ത് കൃഷിപാഠം അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ശോഭ മോഹനൻ, വൈസ് പ്രിൻസിപ്പൽ P കൃഷ്ണകുമാരി, സ്റ്റാഫ് സെക്രട്ടറി P അശ്വതി, മലയാളം ക്ലബ് കൺവീനർ AS അജീഷ്, പ്രസിഡന്റ് MP പൗർണമി, ബിജു അഗസ്റ്റിൻ, നിമിഷ രാജൻ, പ്രിൻസി ജോർജ്, CP പ്രവീൺ എന്നിവർ സംസാരിച്ചു. വടകര നാട്ടുപുര നാണുവും സംഘവും അവതരിപ്പിച്ച കൊയ്ത്തുപാട്ടും ഉണ്ടായിരുന്നു. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ഉറൂബിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി 5 ദിവസം അക്കാദമി ആർട്ട് ഗാലറിയിലും ടൗൺ ഹാളിലുമായി ഉറൂബിന്റെ സാഹിത്യ സംഭാവനകൾ വിലയിരുത്തുന്ന ചർച്ചകൾ, സെമിനാറുകൾ എന്നിവ നടക്കുന്നുണ്ട്. മലയാളത്തിന്റെ ജനകീയ എഴുത്തുകാരനായിരുന്ന ഉറൂബിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉറൂബ് ദീർഘകാലം താമസിച്ചിരുന്ന വീടിന് സമീപത്തെ നടക്കാവ് സ്കൂളിന്റെ മുറ്റത്താണ് സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ഉറൂബിന്റെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്.
ജനകീയ പ്രീതി ഏറെയുണ്ടായിട്ടും വേണ്ടവിധം മാനിക്കപ്പെടാത്ത എഴുത്തുകാരനായിരുന്നു ഉറൂബെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ കെ.ബി. തോമസ് പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ അർഹമായ അംഗീകാരങ്ങൾ കിട്ടാതിരിക്കാൻ ചിലർ ശ്രമിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ കാലമായിട്ട് അവിടെ MP കോളത്തിൽ തുടങ്ങി വെച്ചിരുന്ന സാഹിത്യ സഖ്യം ഉറൂബ് വന്നതെന്ന് പുനരുജ്ജീവിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാഹിത്യ സഖ്യത്തിന്റെ പരിപാടിയുണ്ട്. ഇന്ദു മേനൻ, TV ബാലൻ, VR സുധീഷ്, NE ബാലകൃഷ്ണമാരാർ, KP വിജയകുമാർ, TP മമ്മു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് CP രാജശേഖരൻ സംവിധാനം ചെയ്ത ഉറൂബ് കാലം തന്നെയാണെന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഉറൂബിന്റെ രചനകളുടെ ചിത്രശാല MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ചിത്രകാരന്മാർ പങ്കെടുത്തു. തുടർന്ന് ഉറൂബിന്റെ കഥകളുടെ നാടകഭാഷ്യവും അരങ്ങേറി. ഭാരതീയ വിചാര കേന്ദ്രം കോഴിക്കോട് സ്ഥാനീയ സമിതി മലയാള ഭാഷാ ദിനം ആഘോഷിച്ചു. ഭാഷ കേവലം ആശയവിനിമയ ഉപാധി മാത്രമല്ലെന്ന് വിശ്വസിക്കുന്ന ഭാഷാ സ്നേഹികൾ ഭാഷാ ദിനത്തിൽ ഒത്തുചേർന്നു. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ KM പ്രിയദർശൻ ലാൽ അധ്യക്ഷ പ്രസംഗം നടത്തി. ചിങ്ങമാസം 1-ാം തീയതിയാണ് ഭാരതീയ വിചാര കേന്ദ്രം കോഴിക്കോട് സ്ഥാനീയ സമിതി മലയാള ഭാഷാ ദിനമായി ആഘോഷിച്ചത്. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള വർഷമാണ് 2014. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിന്റെ 100-ാം പിറന്നാൾ, ഉറൂബിന്റെ വിസ്തൃത നോവലായ ഉമ്മാച്ചുവിന്റെ 60-ാം പിറന്നാൾ, കുമാരനാശാന്റെ ലീലയുടെ 100-ാം പിറന്നാൾ എന്നിവയെല്ലാം ഈ വർഷത്തിലാണ്. ഭാഷാദിനം ആഘോഷവേളയിൽ ഈ കൃതികളെല്ലാം ചർച്ചാ വിധേയമാക്കി. കേവലം ആശയവിനിമയ ഉപാധി എന്നതിലുപരി ഭാഷ സാംസ്കാരിക പൈതൃകവും സർഗാത്മകതയുടെ മാധ്യമമാണെന്ന് തിരിച്ചറിഞ്ഞ ഭാഷാ സ്നേഹികൾ അളകാപുരിയിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ സംബന്ധിച്ചു. ഉമ്മാച്ചു ഇന്ന് വായിക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഡോക്ടർ MGS നാരായണനും, ദൈവദശകത്തിൽ ഉൾപ്പൊരുളുകൾ എന്ന തലക്കെട്ടിൽ പട്ടയിൽ പ്രഭാകരനും, ലീലയിൽ പ്രതിഫലിക്കുന്ന സാംസ്കാരിക പാഠങ്ങൾ എന്ന വിഷയത്തിൽ KP സജയും പ്രഭാഷണങ്ങൾ നടത്തി. ഡോക്ടർ KM പ്രിയദർശൻ ലാൽ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് മോഹൻകുമാർ VG, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, M ശ്രീഹരി, MN സുന്ദർരാജ് എന്നിവരും പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പൊതുനിര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ലഭ്യമാക്കുക, സ്പെയർ പാർട്സ് പൂഴ്ത്തിവെപ്പ് തടയുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, യാത്രാ വാഹനങ്ങളുടെ ബോഡി നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പുകൾക്ക് ഏർപ്പെടുത്തിയ ARAI നിയമം നിർത്തലാക്കുക, ക്ഷേമനിധി പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 20-ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സൂചനാ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ ക്ഷേമകാര്യങ്ങൾക്ക് സർക്കാർ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും സെക്രട്ടറി TP ബാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബഹ്റൈൻ KMCC സംസ്ഥാന കമ്മിറ്റിയുടെ ബൈത്തുറഹ്മ പദ്ധതി പ്രഖ്യാപനം ചൊവ്വാഴ്ച പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. വൈകിട്ട് 4-ന് പാണക്കാട് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് SV ജലീൽ അധ്യക്ഷം വഹിക്കും. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ബഹ്റൈൻ KMCC ഭാരവാഹികളായ SV ജലീൽ, റസാഖ് മൂഴിക്കൽ, കരീം കുളത്തുമുള്ളതിൽ എന്നിവർ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 50 പ്രവാസികൾക്ക് സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകും. ഇതിന് 3.15 കോടി രൂപ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹയർ സെക്കൻഡറി വിഷയത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് രാജിവെക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. +2 കോഴ വിവാദത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണെന്നും മുരളീധരൻ. ഗാന്ധിജിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത എഴുത്തുകാർ ഗാന്ധി നിന്ദ നടത്തുന്നത് പക്വതയില്ലായ്മ കൊണ്ടാണെന്ന് MK രാഘവൻ MP. ജൈവ കൃഷിയിലേക്ക് വീണ്ടും കർഷകർ തിരിച്ചുവരേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി KC ജോസഫ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.